തൊപ്പി യൂണിവേഴ്സിൽ നടന്നൊരു ചതി കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോടെ. തൊപ്പീൻ്റെ ഗ്യാങ്ങിലെ 10th മെമ്പർ ആവണമെന്ന് പറഞ്ഞിട്ട് പലരും അവിടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ വന്നവർ ടാലൻറ്റ് ഷോക്കേസ് ചെയ്ത് പോയിട്ടുണ്ട്. 10ാമത്തെ മെമ്പർ ആവണം, ടീമിൻ്റെ ഒപ്പം കൂടണം, ഫെയിം ഉണ്ടാവണം, കാശ് വേണം എന്ന് പറഞ്ഞ് വന്നവർ അങ്ങനെയും വന്നു പോയിട്ടുണ്ട്. കുറച്ചാണ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മളൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ വരുന്നത് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തു. അതിപ്പോൾ നല്ലതിനായി എന്ന് തൊപ്പിക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഈ ചെങ്ങായിന് നിങ്ങൾക്ക് ഓർമ്മല്ലേ, മലപ്പുറത്ത് നിന്ന് നടന്നു പോയതാണ്. ഷിഹാബ് ചോറ്റൂരൊക്കെ പോയ പോലെ അങ്ങോട്ട് നടന്നു പോയതാണ് തൊപ്പീനെ കാണാനാണെന്ന് പറഞ്ഞിട്ട്. ഫൈസൽ എന്നാണ് ഈ ചെങ്ങായിൻ്റെ പേര്. ചെങ്ങായി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചെന്ന് തൊപ്പീൻ്റെ ഒപ്പം ഒരു ലൈവിലൊക്കെ കയറിയിരുന്ന് തൊപ്പി 10ാമത്തെ മെമ്പറാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. ഇപ്പോൾ ഷാജഹാനും തൊപ്പിയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഷാജഹാൻ ലൈവ് തുടങ്ങി, സ്ട്രീമിങ്ങും പരിപാടിയൊക്കെ. ഇയാൾ നേരെ ഉൾട്ടടിച്ച് കട്ടപ്പ ചെങ്ങായി അപ്പുറത്ത് പോയിരുന്ന് പറഞ്ഞ ഡയലോഗുകളുണ്ട് കുറച്ച്. എന്താണെങ്കിലും അതാണ് ഈ ഒരു കോണ്ടൻറ്റ്. ഈ ഫൈസൽ ഷാജഹാൻ്റെ ലൈവിൽ പോയി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ വയ്ക്കാം. അറിയാത്തവർക്കും കൂടി പറയാണ്. അതായത് നമ്മളെ ഷിഹാബ് ചോറ്റൂര് പണ്ട് ഗൾഫിക്ക് നടന്നു പോയ മക്കത്തേക്ക് നടന്നു പോയ മാതിരി തൊപ്പിനെ കാണാൻ വേണ്ടിയിട്ട് ഓനോട് ഇഷ്ടം കൊണ്ട് നടന്നു പോയ ഒരാളാണ്, ഒരു വ്യക്തിയാണ്. അതെ, അതായത് നമ്മളെ നാട്ടില് നിലമ്പൂരിൽ കാൽനടയായിട്ട് എറണാകുളത്ത് പോയിട്ട് പോയ മത്സരമാണ്. എവറസ്റ്റ് കീഴടക്കാൻ പോയ പോലെയാണ് ഇപ്പോൾ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. ഷിഹാബ് ചോറ്റൂര് മക്കത്തേക്കല്ല പോയത്, അത് പടച്ചോനെ വിളിച്ച് പടച്ചോനെ കാണാനാന്ന് വിചാരിക്കുക. ഇപ്പം ഫെയിമിന് വേണ്ടി നടന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നടക്കണോ വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പം ഫെയിമിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സംഗതി ഷാജഹാനും തൊപ്പിയും തമ്മിലുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, അവർ തമ്മിലുള്ള കണ്ടൻറ്റോ വിഷയമൊക്കെ അങ്ങനെയാണ് പോട്ട്. ഇന്നാൽ കഴിയുന്ന ഇടപെടലും സെറ്റിൽമെൻറ്റൊക്കെ നടത്താൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്, ഇനി അത് ശ്രമിക്കും. കാരണം രണ്ടുപേരും ഇങ്ങനെ തല്ലിപ്പിരിഞ്ഞ് തെറിയും വിളിച്ച് തമ്മിൽ അറിയുന്ന, ഇപ്പം എനിക്ക് രണ്ടുപേരെ അറിയാം, അങ്ങനെ പോകുന്നതിനോട് എനിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസമേ ഷാജഹാനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം തൊപ്പിയാണ് ആദ്യം നന്ദയ്ക്ക് വിളിച്ച് തുടങ്ങിയത്. അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കി ചെയ്തു തരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫൈസൽ ശരിക്കുണ്ടല്ലോ സർട്ടിഫൈഡ് പോയസം കട്ടപ്പ എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. തൊപ്പി ലൈവിൽ വിളിച്ച് കയറ്റി എത്ര ആൾ ഇതേപോലെ തൊപ്പിക്കെതിരെ. തൊപ്പീൻ്റെ ഒരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇവൻ നടന്നു വന്നു, തൊപ്പി വിളിച്ച് ലൈവ് കയറ്റി വളരെ മാന്യമായിട്ടാണ് ഒന്ന് ഇവനോട് തൊപ്പി കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങളാളുകളുടെ മുന്നിൽ അളിഞ്ഞു പോകും. ഞാനോ ലൈവ് ഇട്ട് ഇങ്ങനെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു അളിഞ്ഞ ഫേസിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഒരു നല്ല ഫേസിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളങ്ങനെ ആവരുതെന്ന് പറഞ്ഞിട്ട് വളരെ മെച്യൂറായിട്ട് ഇവനെ പറഞ്ഞു വിട്ടതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനതൊന്നും കൂടി വെച്ചരാം. പുള്ളി ഏതോ മീഡിയക്കാർ വന്ന് പാപ്പരാസി വന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മളെ കേരളത്തില് വിജയാണല്ലോ തൊപ്പി, അപ്പൊ വിജയനെ പോലെ ആള് നട്ടത് ഭയങ്കര ഊക്കാ കിട്ടുന്ന അന്യ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലോ, പോയിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങല്ലേ, മനസ്സിലായോ? ഇതെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയ കാര്യം? നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ അതോ? അല്ലല്ല, ഞാൻ എന്താ വെച്ചാല് ഒരു ട്രെയിനില് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോണിമല്ല അടിച്ചിട്ട് പോയാല് അതൊരു ഇത്ര ബലം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഇത്ര നമ്മള് 130 കിലോമീറ്റർ ചാണ്ടി ഇങ്ങോട്ട് വന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടേക്ക, നിങ്ങൾ ഈ ചാറ്റിലൊന്ന് നോക്കിയോ, എല്ലാരും കിക്കും എൽ സ്ട്രീം ഇതെന്നല്ല പറയും. നിങ്ങളും സാധാരണ പോലെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അതിനോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി ഇരുന്ന് നമുക്ക് ഇതാക്കാം. ഇതിപ്പോ എല്ലാവരും കിക്കുന്നത് പറയാൻ കാരണം എന്താ, നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണൻ മംഗളുടെ അതിനെ കണ്ടിട്ടല്ലേ ഇത് ചെയ്യുന്നത്? അതല്ല, ഞാൻ അങ്ങനെ രീതിയിലല്ലേ ആയിരിക്കൂല, പക്ഷെ ആൾക്കാർ അങ്ങനെ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ മീഡിയന്റെ മുന്നിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്നു കൊടുക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കളുള്ള. നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോ ഈ പഴയ വീഡിയോ കൊടുത്തിട്ട് ഓന്റെ സ്കൂളിൽ പോകുമ്പോ ഓന്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ? നിങ്ങൾ ബാക്കിയെല്ലാം പോട്ടെ, ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ആവുമ്പോ ഞാൻ ഇത് പറയാൻ അർഹനല്ല, ഞാൻ അങ്ങനെ നടന്നതാണ്. പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ പിള്ളേരെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത് ആയിക്കോട്ടെ. പക്ഷെ ഈ മീഡിയക്കാർ വന്നിട്ട് നിങ്ങളോട് അങ്ങനെ പറയുന്ന പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലാവും? അവര് റീച്ചിന് വേണ്ടി നിങ്ങളൊരു ഉണ്ണിക്കണ്ണൻ മംഗൾഡാമാക്കി മാറ്റുന്നതാണ്. വളരെ മാന്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സ്വയം ലൈഫിന്റെ കാര്യം വെച്ചിട്ട് പറഞ്ഞിട്ട് ഇവന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇവനെ തൊപ്പി അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ?
ഇവൻ ഇപ്പം ഷാജഹാൻ തൊപ്പിക്ക് എതിരായി എന്ന് കണ്ടപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ചോ അല്ലെങ്കിൽ ഇനി കൂടുതൽ അവിടെ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കി ഇവന് റീച്ച് മതി എന്നുള്ളത് ഇപ്പോഴാണ്. ഇത് തൊപ്പി മനസ്സിലാക്കണം, തൊപ്പിയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ലൈവിൽ വിളിച്ച് കയറ്റിയ എത്ര എണ്ണത്തിന് ഇതായിരുന്നു മനസ്സിലിരിപ്പ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. തൊപ്പിൻ്റെ ചാറ്റും. കാരണം ഇവൻ അപ്പുറത്ത് പോയിരുന്നു പറയുന്നത് 2 മുഖമാണ് തൊപ്പിക്കുന്നത്. തൊപ്പിക്ക് 2 മുഖമാണെങ്കിൽ എനിക്ക് 2 അല്ല 20,000 മുഖമുണ്ട്. അതിലിപ്പോൾ ഒരു 2-3 നമ്മൾ കണ്ടു ഷാജഹാൻ്റെ ലൈവിൽ. ഷാജഹാനും തൊപ്പിയും തമ്മിലുള്ളൊരു ജെന്യൂൻ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിക്കുക, ഒരാൾ വീട്ടുകാരനെ വിളിച്ചു തുടങ്ങുമ്പോൾ മറ്റേ ആൾക്ക് സാധാരണ പൊളിയും, അതിൻ്റെ മുകളിൽ അവരും തിരിച്ച് കണ്ടൻറ്റ് ചെയ്തു തുടങ്ങി. അതിലൊക്കെ ഒരു റീസൺ ഉണ്ടെന്ന് പറയാം. എടാ ചെങ്ങായി, ഈ തൊപ്പിനോട് ചോദിച്ചിട്ടല്ല ഒന്നാമത് നടന്നു പോയത്, എൻ്റെ ഇഷ്ടത്തിന് നടന്നു പോയതാണ്. അനക്ക് റീച്ച് വേണം, അനക്ക് ഫെയിം വേണം, അനക്ക് അതിലും കൂടുതലൊന്നും വേണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ മുതലാക്കാൻ കിട്ടുന്നത് മുതലാക്കി പോരണം. അതുകൊണ്ടാണല്ലോ അപ്പോൾ ഷാജഹാൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. ഷാജഹാൻ ശ്രദ്ധിച്ചോ, തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് മറ്റേ എന്താ പറയുക നല്ല കുട്ടി നന്മമരെന്നൊക്കെ പറഞ്ഞ് തൊപ്പിനെ വാഴ്ത്തിപ്പാടി വന്നാൽ ഇപ്പം നിങ്ങളൊപ്പരിക്കണം. നാളെ ഇവിടുന്ന് വേറൊരു സ്ഥലം കിട്ടി അപ്പുറത്ത് കുറച്ച് റീച്ചും കുറച്ചധികം വേറെ എന്തെങ്കിലും കിട്ടുന്ന കാണുമ്പോൾ ഇവൻ നിങ്ങളെ തട്ടി അപ്പുറത്ത് പോയിട്ട് നിങ്ങളെ കുറിച്ചും പറയും. അസൈസ് മുതലാത്. ഇത് കേട്ടോക്കി ഒറ്റ കാര്യമാണ്, 2 മുഖമാണ്. സ്ട്രീമിൽ വരുമ്പോ വേറൊരു മുഖം. അങ്ങനെ ഒരു മുഖം എന്ന് പറയാൻ എന്താ വെച്ചാല് അവിടെ ഓനോ രാജാവ്. കാരണം പാൽക്കുപ്പിയാളടിയിലല്ലേ, മനുഷ്യന്മാരെ മൂത്ത് നോക്കിയാ ഓന് വേറെ വിറക്കലിളകും. ഇതെന്താണ് സംഭവം? ഇതിൽ ടിസ്റ്റ് എടുക്കുന്നത് ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേപ്പത്തെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞേ, സ്ട്രീമിൽ ഞാൻ പറഞ്ഞേ ഓൻ ഇങ്ങനത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സെൽഫി എടുത്തിട്ടല്ലേ ഞാൻ അവിടെ പോരൂലേ, ഞാൻ ലൈവില് നിൽക്കൂലല്ലോ. ഇന്നെ ഊക്കാനാണെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് അന്ന് വാശി കയറിയതാണ്. എനിക്ക് ഞാൻ ഇന്നേ വരെ ഒരു അതെ നിങ്ങൾ മാറിച്ച് പിരാന്തായതാണ്. ഷാജഹാന്റെ മാതിരി പിരാന്ത്. ഷാജഹാന്റെ വാപ്പാക്കും തൊപ്പി വിളിച്ചോണ്ടാണ് ഷാജഹാന്റെ ഈ പിരാന്ത്. അത് തൊപ്പി മാപ്പ് പറയാതെ ഷാജഹാന്റെ തീരാനും പോണില്ല. ഫെയർ ഇനഫ്, സമ്മതിച്ചു. ആ കാര്യം ഞാൻ സമ്മതിച്ചു കൊടുത്ത കാര്യമാണ്. കാരണം ആദ്യമായിട്ട് ഷാജഹാൻ്റെ ഉപ്പാക്ക് വിളിച്ചത് തൊപ്പിയാണ്. പിന്നെ അതിനുശേഷം ഷാജഹാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോങ് ആണ്. പക്ഷേ ഈ സാധനം തീരണമെന്നുണ്ടെങ്കിൽ ആരാണോ ഇത് തുടങ്ങി വെച്ചത് ആ വ്യക്തി തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, വിളിച്ചതിനൊരു സോറി പറയണം, എന്നാൽ തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞാൽ ആ സാധനം തീരും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ കണ്ടൻറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് കണ്ടൻറ്റാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതോ ഇനി ഇവർക്ക് ലൈവായിട്ട് തുറന്നു പോകണമെങ്കിൽ പോവാം. അതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇവനെന്താണ് പ്രശ്നം? ഓനോട് തുടങ്ങി ഇത്ര അപ്പത്തേക്ക് ഓനെ ഊക്കി വിട്ടത്. അയാളെ ചെങ്ങ അയാൾക്ക് ഊക്കലെന്താ അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതാണ് ഈ പോണ ലൈവിൻ്റെ തൊപ്പീൻ്റെ ലൈവിലും അല്ലെങ്കിൽ ഈ ഷാജഹാൻ്റെ ലൈവിലും. സോഷ്യൽ മീഡിയയിൽ അനക്ക് ഇത്തിരിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അനക്കെന്നെ ഒരു ബോധം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്നെ 4 കണ്ടൻറ്റ് ചെയ്ത് അങ്ങനെ ഈ എൻ്റെ പ്രൊഫൈൽ കയറി വയ്ക്കുമ്പോൾ കുറച്ച് വേറെ എന്തൊക്കെയോ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. അനക്ക് എൻ്റെ ആ ഒരു കണ്ടൻറ്റിൻ്റെ മുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പോകണം. അല്ലാതെ ഇത് അവിടെ പോയി കുറേ കാലം ഇടിച്ച് അവിടെ നിന്നിട്ട് ഈ കൊമ്പിക്ക് കുറേ ചാടി ഇവിടുന്ന് ഇനി കിട്ടാനുള്ളത് എടുത്ത് നാളെ ഇവരെയും കുത്തിയിട്ട് പോകും. പ്രോപ്പർ കട്ടപ്പ് ഐറ്റം. ഇപ്പം പറഞ്ഞില്ലേ 2 മുഖം. ഇവൻ തൊപ്പീൻ്റെ അവിടെ പോയി തിരിച്ച് വന്നിട്ട് ഇവൻ ഈ തൊപ്പി ചെയ്തു അല്ലെങ്കിൽ തൊപ്പി പറഞ്ഞു ഇന്നെ ഊക്കാൻ വേണ്ടി ഇരുത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഈ 2 മുഖം പറഞ്ഞ തൊപ്പീനെ കുറിച്ച് വാഴ്ത്തി പാടിയിട്ടുണ്ട്. തൊപ്പീൻ്റെ അവിടെ പോയി വന്നിട്ട് അതും കൂടി നിങ്ങൾ കേട്ടിട്ട് ഇനി ഇവൻ പറയുന്ന അടുത്ത് നിങ്ങൾ കേട്ടാൽ മതി. ഗൈസ് അപ്പോൾ 10th മെമ്പർ ആവാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ തൊപ്പിൻ്റെ ചാറ്റിൽ നിന്ന് ഒരു 100-500 ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണമെങ്കിൽ നമ്മളെ അതാക്കിനി. പക്ഷെ അത് നടന്നില്ല എന്ന് പറയാം. അപ്പോൾ അത് പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അവനെ ഇഷ്ടമല്ലേ. അതിനെ നമ്മളെ ഒരു കാര്യം പറയാക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ അടിപൊളി സ്വീകരിച്ചു. AC റൂമിൽ കിടക്കാൻ പറഞ്ഞു. AC റൂമിൽ പോയി കിടന്നു. അതേപോലെ തന്നെ അതിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെള്ളം തന്നു. പിന്നെ വൈകുന്നേരം കഴിക്കാൻ ബിരിയാണി തന്നു. അവിടെ ഉണ്ടാക്കിയാനെ നമ്മളെ ജാസി സ്പെഷ്യല്. അതേനെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓല് ഭയങ്കര സ്നേഹം കേട്ടോ. സംഭവം ഓല് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നമ്മൾ വിചാരിച്ചിങ്ങനെയൊന്നല്ല, കുറച്ചും കൂടെ ഒരു ടഫായി സംസാരിക്കുന്ന കരുതിനി. പക്ഷെ അടിപൊളിയാണ്. അതേപോലെ തന്നെ എന്നെ KSRTC സ്റ്റാൻഡിലാക്കി തൊപ്പിന്റെ വണ്ടിയിൽ തൊപ്പി ആക്കി തന്നു KSRTC സ്റ്റാൻഡില്. അതൊക്കെ ഒരു വൈബ് തന്നെയാണ്. അതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ഒരു വൈബ്, വേറൊരു വൈബാണ്. ബിരിയാണി കിട്ടി, AC റൂമിൽ കൊണ്ടുപോയി കിടത്തി, എന്നിട്ട് ഓനെ പോകാൻ നേരത്ത് സ്വന്തം വണ്ടിയിൽ തൊപ്പി കൊണ്ടുപോയിട്ട് KSRTC സ്റ്റാൻഡിലാക്കിയും കൊടുത്തു. വേറെ വൈബ്. ഈ പറഞ്ഞ എൻ്റെ യൂട്യൂബ് ഒന്നും എൻ്റെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഈ സാധനം എടുത്ത് ഡിലീറ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ വെച്ചത് ഡിലീറ്റ് ചെയ്യാൻ മറന്നായിരിക്കും, അതുകൊണ്ട് കിട്ടി. ഏത് ഷാജഹാൻ്റെ അടുത്തേക്ക് പോകണതിന് മുന്നേ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടല്ലേ പോകാൻ പറ്റും. ഷാജഹാൻ അത് കണ്ടിക്കണോ? ഇവൻ്റെ ഈ 2 അല്ല 20,000 മുകളിലൊരു മുഖം
കാണില്ലെങ്കിൽ കാണണം. കാരണം ഷാജഹാനൊക്കെ നാളെ ഈ ചെങ്ങായി ഈ തൊപ്പീനെ കുത്തിയ പോലെ തന്നെ നിങ്ങളെയും കുത്തും, ഒരു സംശയമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തൊപ്പീനോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ഇവനെ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ അയ്യോ പാവം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ വിഷയമല്ല ഇവനായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവനായിട്ട് ഒരു വിഷയവും ഉണ്ടായിട്ടില്ല. തൊപ്പീൻ്റെ ലൈവിൽ 10th മെമ്പർ ആവണം, നോട്ട് ദ പോയിന്റ്, 10th മെമ്പർ ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവൻ പോയിട്ടുള്ളത്. അല്ല തൊപ്പീനുള്ള ആരാധന മൂത്ത് ഓടിയതൊന്നുമല്ല അവൻ, മനസ്സിലായില്ലേ? 10th മെമ്പർ ആയാൽ എന്താ, തീറ്റയും കുടിയും കിടത്തൊക്കെ അവിടെ തന്നെ, പൈസ അവിടെ നിന്ന് കിട്ടും, റീച്ചും കിട്ടും, സുഖമായിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതുതന്നെയായിരുന്നു ഫെയിമായിരുന്നു ആവശ്യം, പൈസ ആയിരുന്നു ആവശ്യം. അതിപ്പോൾ നിങ്ങളടുത്ത് നിന്നാണ് കിട്ടണ കൂടുതലെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് ചാടി. ഇനി നിങ്ങളെ ലൈവിലിരുന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടോണ്ട് ഇനി നിങ്ങൾ തന്നെ ഇരുന്ന് കേൾക്കണം. കാരണം എന്താ പറയുക, നാളെ ഈ കുത്ത് നിങ്ങൾക്ക് വരാനും ചാൻസ് ഉണ്ട്. തോട കാട്ടി കൊടുത്താൽ നമുക്ക് എന്റെ തോടമ്പ് 2 പാടായി, അത് വേറെ കാട്ടി കൊടുത്ത് ഞാൻ തൊപ്പിക്ക് നടന്നിട്ട് ഇവിടെ എന്റെ തോട തമ്മിൽ വരുത്തിയിട്ട് ഞാൻ അത് വേറെ കാട്ടി കൊടുത്തു. അപ്പൊ കുഴപ്പമില്ല ഇക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത് ഓന് സ്ക്രീമിന് വന്നിട്ട് പറയണേ ചാറ്റ് പറയണിക്ക അത്തിരി നടന്നു വന്നിട്ട് ഓനെ സ്നേഹിച്ചു വന്നു. അത്തിരിയും കാലം ഞാൻ ഒരു ലൈവ് കണ്ടാണ്, ഒരു ലൈവ് പോലും ഞാൻ കണ്ട മനസ്സിലാണത്. അന്ന് നിർത്തി പൈസ നിർത്തി ഞാൻ ഗസ്റ്റ് ആയിട്ട് തൊപ്പി തന്ന സമയം ഇപ്പൊ 1 മിനിറ്റാ, 1 മിനിറ്റ്. ഞാൻ 3.5 ദിവസം എറണാകുളത്തേക്ക് നടന്നിട്ട് എനിക്ക് തന്നത് 1 മിനിറ്റ്. ഓന് ഇതാക്കണ്ടേ, ഓനക്ക് റീച്ച് ആവണല്ലോ. ഓനക്ക് എന്റെ പേര് പറയണേ, എനിക്ക് 3 കുട്ടികളുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, കിച്ച് നടന്നപ്പോൾ അറിയില്ല 3 കുട്ടികളുണ്ട്. ഞാൻ തൊപ്പിന്റെ പേര് പോയിട്ടല്ലോ 3 കുട്ടികളുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ 2 മുഖം, ആ മുഖം അറിയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുലിനി. ഞാൻ ചെന്നിട്ട് ഞാൻ സെൽഫി എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് എല്ലാം മിന്നിനി KSRTC ട്രെയിനിൽ കയറി ഞാൻ പോന്നിനി. ഓൻ ആ ഫസ്റ്റ് മുഖം അറിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കൂല. ഇന്റെ കുട്ടികളുണ്ട് 3 ഉണ്ട്, നിങ്ങൾ നാണം കേടും ഉണ്ണിക്കണ്ട മാങ്ങാണ്ടം കളിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന നാണം കെടുത്താനാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കൂലിനി. നമ്മൾ പറയുന്നത് വേറെ, നമ്മൾ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞിട്ട് ലൈവിന് വേറെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അവസ്ഥ അങ്ങനെ ഓൻ നല്ലതാണെങ്കിൽ ഇന്ന ഇഞ്ചി 3 കുട്ടികളുണ്ട്, ഇന്ന് അങ്ങനെ നല്ലതാണെങ്കിൽ ഇന്ന് അങ്ങനെ ലൈവിൽ നിൽക്കണ്ട, നിങ്ങളൊരു സെൽഫി എടുത്ത് പോയിക്കോളൂ പറയുന്നത്. ഓൻ എല്ലാരും മുന്നിൽ എന്താണ്, ഓർക്ക് ഇത് വരണം, ഓർക്ക് റീച്ച് ആവണം. അതെ, ഓന് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ്, തൊപ്പിക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഫൈസൽ എന്നെ കൊണ്ടിരുത്തിയത്. ആണെങ്കിൽ നാണോ മാനൊന്നും ഇല്ല ചെങ്ങായി. എന്നാലും W ചാറ്റ്, തൊപ്പീൻ്റെ ചാറ്റിന്. കാരണം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു പോയ്സൺ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അന്ന് എല്ലാം അടിച്ച് ഇവനെ ചവിട്ടി പുറത്താക്കി. ഇവനൊക്കെ എടുത്തിന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ 10-20 ദിവസം കൊണ്ട് ഇവൻ തൊപ്പീനെയും ചവിട്ടി ഓനാ കസാലയിൽ കയറിയിരുന്ന് ലൈവ് മൊത്തം ഒഴുകിയിട്ടുണ്ടാവും ഈ വരുമ്പാപ്പ്. ഷാജഹാൻ ശ്രദ്ധിച്ചോ എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇമാതിരി പോയ്സൺ 2 മുഖമുള്ള ഇരട്ടത്തലുള്ള പാമ്പുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കൊത്തും കടിയും കിട്ടും. ഓൻ്റെ റീച്ചും ഓൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഓൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി എടുത്താൽ വിട്ടാൽ പോരെന്ന്. ആ കുട്ടിയെ സെൽഫി എടുത്ത് വിടാനാണെങ്കിൽ ഇജ്ജ് പോയിട്ട് അവിടെ പറയണം, ഇച്ചൊരു സെൽഫി മാത്രം മതി, ഞാൻ നടന്നു വന്നാണ്, ഞാൻ എൻ്റെ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം വന്നാണ്, എൻ്റെ ലൈവിൽ ഇരിക്കേണ്ട, നടക്കത്തെ നാവ് ഉണ്ടായിരുന്നില്ല എൻ്റെ തൊള്ളയിൽ. ഇജ്ജ് ഇവിടെ ഏതെങ്കിലും ഒരു പള്ളിക്ക് വെച്ചിട്ട് അവിടെ കൊടുത്തിട്ട് പോയി കഴിയുന്ന എൻ്റെ നാവ്. ഇങ്ങനെ കുറേ ചെങ്ങായിമാരിടും, മലപ്പുറത്തിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഷാജഹാൻ ഈ തൊപ്പീൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാപ്പാക്ക് വിളിച്ച സീൻ ആർക്കാണെങ്കിലും പൊള്ളും. അത് പിന്നെ അങ്ങനെ ആ ഒരു കാറ്റഗറി ചെയ്ത് വിടാം. ഇവനൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി കുത്തിരുന്നിട്ട് ഈ പറഞ്ഞ നാരദം കളിയും കളിച്ചിട്ട് വല്ലാത്ത ചെങ്ങായിമാരിടൂ. ഇനി എന്താണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തൊപ്പി പറയുന്നുണ്ട് ഇനി ഷാജഹാൻ്റെ സീനുകളൊന്നും എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ സ്പാം ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു. അതിന് തൊപ്പീൻ്റെ ഇഷ്ടം, മറ്റവർക്ക് മറ്റവരുടെ ഇഷ്ടം, മറ്റവരുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർക്ക് ഓരോ വഴിക്ക് പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ 2 പേരുടെയും സുഹൃത്താണ്, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ എന്താണെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എവിടെയാണോ തുടക്കം വന്നത് ആ തുടക്കത്തിൽ ഒരവസാനം ഉണ്ടാക്കാനേ നോക്കുള്ളൂ. തൊപ്പിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു ഇനീഷ്യേറ്റീവ് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാജഹാനും ശ്രദ്ധിക്കുക, ഇപ്പോൾ തൊപ്പിനോടുള്ള ഒരു ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ കണ്ടന്റ് എന്നൊക്കെ മാറിപ്പോകുന്നില്ല. അതൊക്കെ ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് പേഴ്സണലി പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇമാതിരി സാധനങ്ങളെ തൊപ്പീനോടുള്ള വിരോധം കൊണ്ട് വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, തൊപ്പീനോടുള്ള വിരോധം കൊണ്ട് വരുന്നത് നിങ്ങളെ ഇന്നും കൂടിയും കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങളെയും പറ്റിച്ചിട്ട് പോയിട്ട് അടുത്ത 3ാമത്തെ സ്ഥലത്ത് പോയിട്ടിരിക്കും. അതുകൊണ്ട് ഇമാതിരി ജന്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. പിന്നെ പറയാനുള്ളത്, ഇമാതിരി ഐറ്റങ്ങളൊന്നും പുറത്ത് കൊണ്ടുവന്നിട്ട് മലപ്പുറക്കാരെ പറയിപ്പിക്കരുത്. പൊന്നാര പടപ്പുകളെ വേറെ ഒന്നും പറയാറില്ല.